എന്താണെങ്കിലും ആ ബാറ്ററി നമ്മൾ രാജധാനിയിൽ നിന്നും എത്തിച്ചിരുന്ന ട്രെയിൻ ലേറ്റ് ആയിരുന്നു. എന്താണ് കാവാല ബാറ്ററി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ 10:20 11:20 പൂർണ്ണമായും അത് സജ്ജമാകുമെന്ന് നമുക്ക് പ്രതീക്ഷ പ്രകടിപ്പിക്കാം. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതിലും അല്പം കൂടി നേരത്തെ ബാറ്ററി എത്തുന്നു എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള കാര്യം. നേരത്തെ റിട്ടയർഡ് മേജർ ഇന്ദ്രപാലനും വ്യക്തമാക്കിയ ഒരു കാര്യം ബാറ്ററി എത്താൻ വൈകുമെന്നുള്ളതായിരുന്നു. പക്ഷേ എന്താണ് നിലവിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഞാൻ വിനേഷ് കുമാറിലേക്ക് ഒന്ന് പോകുന്നു, കോഴിക്കോടേക്ക്. അർജുൻ്റെ വീടിൻ്റെ അവിടെ വിനേഷുണ്ട്. വിനേഷ്, ദിവസങ്ങളായി നമ്മൾ അവരുടെ പ്രതികരണങ്ങളൊക്കെ തേടുന്നു. പ്രതികരിക്കാനുള്ള സാഹചര്യവുമല്ല എന്നറിയാം. എങ്കിൽ പോലും ഈ ലോറി കണ്ടെത്തി എന്നുള്ള കാര്യം പോലും അവർക്ക് ആശ്വാസം നൽകുന്ന ഘടകമാണ്. അർജുൻ്റെ കുടുംബം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഈ ദിവസം? എൽദോ, എന്തായാലും അർജുൻ ഇനി ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ളൊരു സാധ്യത ഇല്ല എന്നുള്ളൊരു വിലയിരുത്തലിൽ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ അവരുടെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടുണ്ട് ആ കുടുംബം. നാട്ടുകാരും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കറിയാം 10ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു, റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നു. ലോറി കണ്ടെത്തി എന്നുള്ളത് നമുക്ക് നേരിയ ആശ്വാസം പകരുന്നുണ്ടെങ്കിൽ പോലും ലോറിക്കകത്ത് അർജുൻ ഉണ്ടായിരുന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ഏതായാലും അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരട്ടെ എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, അതായത് കഴിഞ്ഞ ദിവസം അതായത് ഈ അർജുൻ്റെ മാതാവ് ഷീല വാർത്താ സമ്മേളനത്തിനിടയിൽ ആർമിയുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായില്ല, ആർമി വേണ്ട രീതിയിൽ സഹകരിച്ചില്ല എന്നുള്ളൊരു അത്തരത്തിലൊരു വൈകാരികമായി അവർ സംസാരിച്ചിരുന്നു. കാരണം നമുക്കറിയാം ആദ്യത്തെ 16, 17, 18 ദിവസങ്ങളിലെല്ലാം തന്നെ കാര്യമായ റെസ്ക്യൂ ഓപ്പറേഷൻ ഒന്നും ഉണ്ടായില്ല. JCB ഉപയോഗിച്ചുകൊണ്ട് റോഡിലുണ്ടായിരുന്ന മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് നടന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിൽ വലിയ വിമർശനം ഉണ്ടാവുകയും മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും കേരള സർക്കാരിൻ്റെ ഇടപെടലുമാണ് ഇത്രത്തോളം കാര്യങ്ങളിൽ എത്തിച്ചിരിക്കുന്നത്.